തോൽവി വിലയിരുത്താൻ ചേരുന്ന CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നത് അതിരൂക്ഷ വിമർശനം. ജനവികാരം മാനിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് എന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഭാഷയും ശൈലിയും ജനങ്ങളെ വെറുപ്പിച്ചുവെന്ന വിമർശനം ഉയർന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ AV ജയശങ്കറാണ് നമുക്കൊപ്പം ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഏറ്റവും വലിയൊരു പരാജയം, ആകെ ഇടതുമുന്നണിക്ക് 35 സീറ്റാണ്, 26 സീറ്റ് മാത്രമാണ് CPM-ന് ലഭിച്ചത്. എന്നിട്ടും പ്രതിപക്ഷ നേതാവായി വീണ്ടും പിണറായി വിജയൻ വരികയാണ്. എറണാകുളം, പത്തനംതിട്ട നേതൃയോഗങ്ങളിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ലക്ഷ്യം വെച്ച് കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ കൊല്ലത്തെ അംഗങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. ജനവികാരം മാനിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ ഏറ്റെടുക്കരുതെന്നാണ് നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയും ശൈലിയും പ്രവൃത്തിയും ഒക്കെ തന്നെ ഈ ജനങ്ങളെ വെറുപ്പിച്ചു എന്നാണ് ചില അംഗങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിച്ച വിമർശനം. അങ്ങനെ മുഖ്യമന്ത്രി പെരുമാറാൻ പാടില്ലായിരുന്നു, മുഖ്യമന്ത്രിയുടെ ശൈലി ആളുകളെ വലിയ തോതിൽ സ്വാധീനിച്ചു എന്ന് ഈ യോഗത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെയും വിമർശനങ്ങൾ വലിയ തോതിൽ ഉണ്ട്. ഒപ്പം തന്നെ പരാജയ കാരണം പിണറായി ഭരണത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു, ഇതാണ് ഒരു പരാജയത്തിലേക്ക് നയിച്ചത്. വികസനം പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല, അതിൽ സംഘടനാ തലത്തിൽ പരാജയം ഉണ്ടായി. ജെൻസി വോട്ടർമാരെ മനസ്സിലാക്കുന്നതിൽ സംഘടനയ്ക്ക് വലിയ വീഴ്ച പറ്റി, അത്തരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ പാർട്ടിക്ക് പരാജയം അത് അപമാനകരമെന്നാണ് ചില അംഗങ്ങൾ ഈ കമ്മിറ്റിയിൽ പറഞ്ഞു. എന്തായാലും ഈ സംഘടനാ തലത്തിലുള്ള വീഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണം. ഒപ്പം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടപെടലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ജനങ്ങളെ സ്വാധീനിച്ചു ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. രൂക്ഷമായ വിമർശനം ജില്ലയിൽ നിന്ന് മറ്റു ജില്ലകളിലെ പോലെ തന്നെ കൊല്ലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റുമുണ്ട്. എന്തായാലും KN ബാലഗോപാൽ ഉൾപ്പെടെ പങ്കെടുത്ത കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ രൂക്ഷമായൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്. സംഘടനാ തലത്തിൽ ആകെ മൊത്തത്തിലുള്ള ഒരു പൊളിച്ചെടുത്ത് അതാണ് ജില്ലയിൽ നിന്ന് ആകെ മൊത്തത്തിൽ ജില്ലയിലെ പ്രതിനിധികളെല്ലാം ഉന്നയിച്ചത്. എന്തായാലും ഇതിന്റെ മേൽ കമ്മിറ്റിയെ, ഈ ജില്ലയിലെ വിമർശനങ്ങൾ അതിന്റെ ഉള്ളടക്കമെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ റിവ്യൂ ചെയ്ത് അത് മേൽ കമ്മിറ്റിയെ അറിയിക്കും. ശരി, ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.